ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇവിടെയും സുഖം തന്നെയാണേ. അപ്പോൾ കുറേ ദിവസമായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്. നമ്മളെ തിരക്ക് കൊണ്ടൊക്കെയാണ് കേട്ടോ വീഡിയോ ഇടാത്തത്. എപ്പോഴും ഓർമ്മയിലുണ്ട് ഓരോരുത്തരെ കമൻറ്റുകളും വിളിക്കുന്നതും മെസ്സേജ് അയക്കുന്നതും എല്ലാ കാര്യങ്ങളും ഓർമ്മയിലുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് വീഡിയോ ഇടാൻ അങ്ങോട്ട് പറ്റായിട്ടാണ്. കൂട്ടുകാരൊന്നും വിചാരിക്കരുത്. പിന്നെ നമ്മളറിയുന്ന കൂട്ടുകാർക്ക് അറിയാലോ എന്തൊക്കെയാണ് എൻ്റെ തിരക്ക് എന്നുള്ളത്. അപ്പോൾ എന്തായാലും കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് എല്ലാവരും കൂടി ഒത്തിട്ട് ഒന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് പുറത്തേക്ക് കൂടെ പോവുക എന്നുള്ളത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയും ഊട്ടിക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ വിഷുവൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു യാത്ര ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പുലർച്ചെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 5:30 മണി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോവാണ്. രാവിലെ ചായക്കുള്ളതും അതേപോലെ ഉച്ചത്തേക്ക് ചോറും എല്ലാ കാര്യങ്ങളും നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോവാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് എല്ലാ സാധനങ്ങളും എടുത്ത് വീടൊക്കെ പൂട്ടി നമ്മളെ ലക്കീനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വണ്ടിയാണെങ്കിൽ ഇങ്ങോട്ട് കയറി വരൂല കേട്ടോ. നമ്മളൊരു തവേര ഏൽപ്പിച്ചതാണേ. അപ്പോൾ അതിൽ 8-9 ആളെ പോവുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും പോരാൻ പറ്റുന്ന ഓരോ സാഹചര്യങ്ങളല്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് ആൾക്കാരാണ് പോണത്. ഇവിടുന്ന് ഞങ്ങളെല്ലാവരും പിന്നെ വീട്ടിൽ നിന്ന് അമ്മേനോടും പോരാൻ പറഞ്ഞു കേട്ടോ. അച്ഛനെയും വിളിച്ചു. അപ്പോൾ അച്ഛറിന് അമ്മ പോന്നോട്ടെ എന്നുള്ളത് പറഞ്ഞു കേട്ടോ. പിന്നെ ഈ ഒരു വണ്ടിയിൽ ഒരുപാട് ആൾക്കാർ കൊള്ളൂല. 8-9 ആൾക്കാർ പോകാൻ പറ്റുള്ളൂ. നമ്മൾ പാറുവിനെയും കൂടിയും കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേങ്കിൽ ഇടുങ്ങി പൊട്ടിയിരുന്നിട്ട് അങ്ങനെ പോകേണ്ടി വരും. അപ്പോൾ പിന്നെ അതൊരു ബുദ്ധിമുട്ടാവില്ല ദൂരയാത്രയൊക്കെ പോകുമ്പോൾ. അപ്പോൾ ഇതാ ഇവിടെ റോട്ടിലാണ് വണ്ടി നിർത്തിയിട്ടുള്ളത്. ഇത് നമ്മളെ പായസക്കച്ചവടം ചെയ്യുന്ന അവിടെ ചെട്ടിയിലുള്ള ഒരു കാക്കാൻ്റെ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും കാക്ക അപ്പോൾ പായസം കുടിക്കാൻ വന്ന് നല്ല പരിചയമാണ്. അപ്പോൾ അതിൻ്റെ പുറത്താണ് കാക്കാനെ തന്നെ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ കാക്ക കൃത്യസമയത്ത് തന്നെ വണ്ടിയും കൊണ്ട് എത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ ഡിക്കിയിൽ വെച്ചു. പിന്നെ കുറച്ച് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇതാ യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്ന് ഈ ഒരു ടൂറ് പോവാൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ടൂറ് പോകാൻ വേണ്ടിയിട്ട് നേരത്തെ എണീറ്റല്ലോ. 3 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ എനിക്കൊരു ഛർദി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, യാതൊരു സുഖം ഉണ്ടായിരുന്നില്ല. എന്തോ ഒരു ദഹനക്കേട് പോലെ. അപ്പോൾ യാത്രയ്ക്ക് എന്താ പറയുക, നമ്മൾ ആദ്യം മുൻകൂട്ടി പ്ലാൻ ചെയ്തതല്ലേ. അപ്പോൾ ഇനി അത് വേണ്ടാന്ന് വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഗുളികയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോന്നതാണ് കേട്ടോ. പൊതുവേ എനിക്ക് ഈ ഒരു ദൂരയാത്രയൊന്നും പറ്റിയല്ല. കുറച്ച് ദൂരങ്ങളൊക്കെ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ നിലമ്പൂർ വരെ കുഴപ്പമില്ലാണ്ട് പോകും. അവിടെ നിന്ന് അങ്ങോട്ട് പോകണോടത്തേക്കൊക്കെ ഞാൻ ഛർദ്ദിക്കുള്ളൂ. അത് വലിയൊരു പ്രശ്നമാണ് കേട്ടോ. നമുക്ക് ആഗ്രഹമുണ്ട് മനസ്സിൽ എല്ലാ സ്ഥലത്തേക്കും പോകണം എന്നുള്ളത്. പക്ഷേങ്കിൽ ഇങ്ങനെയാണ് സംഭവം. പെട്ടെന്ന് ഛർദി തുടങ്ങും. പിന്നെ അതേപോലെ ഭയങ്കര ക്ഷീണവും കൊഴുക്കും പ്രഷർ കുറയലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ യാത്രകളൊക്കെ മടിക്കുന്നത്. ഇന്നാ ഭയങ്കര ആഗ്രഹമാണെങ്കിലും പറച്ചിൽ ഞാൻ നന്നാക്കി പറയും കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്ലാനിങ് ഒക്കെയാണ്. പക്ഷേ ഇങ്ങനെയുള്ളത് കാണുമ്പോൾ ഏട്ടൻ പറയും എങ്ങോട്ടും പോകണ്ടെന്നുള്ളത്. അങ്ങനെ ഏതായാലും ഞങ്ങളൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടേക്ക് ഇപ്പം എന്താ സത്യത്തിൽ പറയാന്നുള്ളത് ഞാൻ മറന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇവിടെ നമുക്ക് വണ്ടിയൊക്കെ നിർത്തിയിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാനുള്ളൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാത്റൂമും വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം, അങ്ങനെ ഒരുപാട് സ്ഥലമുണ്ട്. അപ്പോൾ ഇതെന്തോ കമ്പനിയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ഊട്ടി വർക്ക് എന്ന് കേട്ടിട്ടില്ലേ, ആ ഒരു സംഭവം ഉണ്ടാക്കുന്ന കമ്പനിയാണെന്നൊക്കെയാണ് ഇവിടുന്ന് പറയണത് കേട്ടത് കേട്ടോ. അപ്പോൾ അത് വിൽക്കണ ഒരു കടയും തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും നമ്മൾ ചായയോടി കഴിഞ്ഞിട്ട് അവിടേക്കൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടേക്ക് എത്തുന്നതിൻ്റെ മുന്നേ തന്നെ ഞാനും എൻ്റെ നന്ദുവും ഒരുപാട് പ്രാവശ്യം ഛർദ്ദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫുഡിനോടൊന്നും ഒരു എന്താ പറയുക കഴിക്കണമെന്ന് തോന്നണേ ഇല്ല കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ ഒരു മട്ടിപ്പ് പോലെ. നമ്മളെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പണികൾ ചെയ്യുകയാണെങ്കിൽ ഒരു വിഷയമല്ല. പുറത്തേക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂല കേട്ടോ. ഭയങ്കര പ്രശ്നമാണത്. അപ്പോൾ നന്ദു കണ്ടില്ല, അതിന് മോളെ ചപ്പാത്തിയും വന്ന് ചെറിയൊരു പൊട്ടെടുത്തിട്ട് അതിൽ കറി ഒഴിച്ചു തരാൻ പറയാണ്. ഓനും വേണ്ട. പിന്നെ കാക്കാക്ക് ഇതങ്ങനെ ചപ്പാത്തിയും ചായയും അതുപോലെ മുട്ടക്കറി ഉണ്ടാക്കിയിരുന്നത് അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി ഞാൻ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചു കേട്ടോ. ഇന്ന് അത്രയും പണി ഒരുങ്ങുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ രാവിലെയാണ് പുലർച്ചെ വെച്ചിട്ടാണ് മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ചോറ് ഞാനിവിടെ വെച്ചു. കറിയൊക്കെ അമ്മ അവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോയി ചെയ്ത് കേട്ടോ. അങ്ങനെ അമ്മ പുലർച്ചെയാണ് വീട്ടിലേക്ക് വന്നത്. അനിയൻ കൊണ്ടുവന്നാക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇതാ എല്ലാവരും ഫുഡ് കഴിക്കലും അതുപോലെ ബാത്റൂമിലേക്ക് പോവലും അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് നല്ലൊരു സൗകര്യമായിട്ടത്. അപ്പോൾ ഇതാണ് കേട്ടോ ഊട്ടി വർക്കിയൊക്കെ കിട്ടുന്ന ഒരു കട. വലിയൊരു ബേക്കറിയാണ്. അതുപോലെ പലതരം ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി വൃത്തിയായിട്ട് എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗി. ഇവിടുത്തെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അതുപോലെ ചായപ്പൊടി, കാപ്പിപ്പൊടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
ഇനിയിപ്പോൾ എന്ത് വാങ്ങുകയാണെങ്കിലും നമ്മൾ തിരിച്ചു പോകുമ്പോഴും ഇതുവഴിയാണ് വരിക. അപ്പം വാങ്ങാന്ന് വെച്ചിട്ട് ഇപ്പം അങ്ങനെ അധികമൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. 1-2 സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ. കാര്യമായിട്ട് ഇവിടെ ഇപ്പം നമ്മൾ കയറിയിട്ടുള്ളത് നന്ദൂന് മിഠായി വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിയതാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നു. മക്കളാണ് കടയ്ക്ക് പോയിട്ടുള്ളത്. ഒട്ടും ആഗ്രഹമല്ല കേട്ടോ അങ്ങോട്ടൊന്നും നടന്നു പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇവിടെ തന്നെ അങ്ങനെ നിന്നത്. അപ്പോൾ പുറത്തിറങ്ങി നിന്നപ്പോൾ വല്ലാത്തൊരു സുഖം. അത് കഴിഞ്ഞതാ അവിടെ നിന്ന് മിഠായിയൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ തന്നെ കയറി ഊട്ടിക്ക് തന്നെ യാത്രയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ ഇതിൽ പോയവർക്കറിയാം നല്ല ഭംഗിയാണ് കാണാൻ. ആ തട്ടായി കാണുന്നതൊക്കെ തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ. അടിപൊളിയാണ് ഇവിടെ കാണാൻ. ശരിക്കും ഇവിടേക്കൊക്കെ ട്രിപ്പ് പോണ സമയത്ത് ഒരു ബസ്സാളൊക്കെ പോകണം കേട്ടോ. ഒരുമിച്ച് അങ്ങനെ ഫാമിലി ആയിട്ട് പോകണം, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് പോകണം. അടിപൊളിയാണ് കേട്ടോ അങ്ങനെയൊക്കെ പോകുമ്പോൾ. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയിൽ നമ്മൾ കുറച്ച് ആൾക്കാർ മാത്രമാകുമ്പോൾ അത് വേറൊരു രസം, മറ്റത് വേറൊരു രസം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എന്തായാലും അച്ഛനെയും അമ്മേനെയും കൂട്ടി ഒരു വഴിക്ക് വരിക എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. അവരങ്ങനെ ഒരുപാട് ദൂര സ്ഥലത്ത് കൂടെ ഒന്നും പോയിട്ടില്ല. അമ്പലങ്ങളോടെയൊക്കെ പോയിട്ടുണ്ട് എന്നല്ലാതെ അങ്ങനെ ഒരുപാട് ദൂരങ്ങളിലൊന്നും അതുപോലെ ഞങ്ങളിങ്ങനെ ട്രിപ്പായിട്ടൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് അതിന് സമയമായത് തോന്നുന്നത്. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ അല്ലേ. അങ്ങനെ ഇപ്പോഴാണ് ശരിക്കും അതിന് പറ്റിയൊരു ടൈം. പിന്നെ അതാ ഞങ്ങൾ പോരുന്ന വഴിക്ക് യൂക്കാലിമരം എന്ന് പറയും കേട്ടോ. ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അത് തൊലിയൊക്കെ പൊളിഞ്ഞ് വേറൊരു വെളുത്ത നിറം പോലെയൊക്കെ ആയിട്ടുണ്ട്. എല്ലാം ഒരേപോലെ നിൽക്കണ മരങ്ങൾ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ അമ്മയ്ക്കും അച്ഛനും അവർക്കൊക്കെ ഒരു അത്ഭുതം പോലെ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് നിർത്തി കുറച്ച് സമയം അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞതാ കുറച്ചും കൂടിയും ചുരമൊക്കെ കയറി ഇവിടെ എത്തിയപ്പോൾ ഇവിടെ നല്ലൊരു കാഴ്ച ഉണ്ട് കേട്ടോ. ഇവിടേക്ക് സൂയിസൈഡ് പോയിന്റ് കാണാൻ പോകുകയെന്നാണ് പറയുക. അപ്പോൾ ഇത് കുറച്ച് നല്ലോണം നീളം നടക്കാനുണ്ട്. അപ്പോൾ അവിടെ എത്തിയാൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ കാഴ്ച. അപകട മേഖലയാണ് ശരിക്കും. അപ്പോൾ ഇവിടേക്ക് ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് അമ്മയും അച്ഛനും ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. എന്താ വെച്ചാൽ അവർക്ക് ഇവിടേക്ക് അങ്ങോട്ട് നടക്കാൻ കഴിയില്ല കേട്ടോ. നല്ല ദൂരം നടക്കാണ്ട്. കൂട്ടുകാർക്ക് അറിയാലോ ഒരസുഖത്തിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മളെ മനസ്സിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ എന്നും എങ്ങോട്ടും പോവാതിരുന്നാൽ വീട്ടിലിരിക്കൽ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ചൊക്കെ നമുക്കൊരു മനസ്സിന് ധൈര്യം വേണമല്ലോ. അങ്ങനെയാണല്ലോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക. ആ ഒരു ധൈര്യത്തോടു കൂടിയാണ് കേട്ടോ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ പോന്നിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഞങ്ങൾ നടന്ന് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ കുറച്ച് മുന്നേ അവളെ അനുമോളും കണ്ണനും ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് കേട്ടോ ഏട്ടനും ഓരോ കൂട്ടുകാരും ഭാര്യമാരും ഒക്കെ ഒത്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരുന്നു. ആ ഒരു സമയത്ത് പറഞ്ഞാൽ നമ്മൾ അനുമോക്ക് എല്ലാ കാര്യങ്ങളും പേടിയുള്ളൊരു ടൈമായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്ന ഒരു 4-5 വയസ്സൊക്കെ ആയിട്ടുണ്ട്. ആ ഒരു പ്രായത്തിലാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. പക്ഷെ എല്ലാത്തിനും പേടി, എങ്ങോട്ടും പോവാനും കയറാനും ഒന്നും അയക്കാത്തൊരു സ്വഭാവമായിരുന്നു. എന്തിനും പേടിച്ചിറുകി എൻ്റെ മേലിനിറങ്ങാതെ അങ്ങനെ ഒരു സ്വഭാവ സമയത്താണ് നമ്മൾ ഇവിടേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. കണ്ണന് പിന്നെ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ തന്നെ നമുക്കൊരു സുഖം ഉണ്ടാവില്ലല്ലോ ഒരു യാത്രയ്ക്ക്. പിന്നെ പോരുക തന്നെ ഉള്ളൂ. അപ്പം ഇപ്പം ഏതായാലും ഓൾ ഓടിച്ചാടി നമ്മളൊപ്പം തന്നെ വരാനായിട്ടോ. പിന്നെ നന്ദു ഞങ്ങളൊപ്പം വന്നിട്ടില്ല. ഓനും നടക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വണ്ടിയിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് നടക്കുന്ന സമയത്ത് ആഗ്രഹം ഉണ്ടായിട്ട് നടക്കല്ല കേട്ടോ. പിന്നെ നമ്മളിതൊക്കെ കാണാനാണല്ലോ വന്നിട്ടുള്ളത്. പിന്നെ ഏട്ടനും തന്നെ നമ്മൾ വാടിക്കുഴഞ്ഞിരിക്കുമ്പോൾ ഒരുക്കും ഒരു ചടപ്പ് പോലെയാണ് കേട്ടോ. പിന്നെ എന്തിനാ പോകുന്നത് എന്നൊക്കെ ചോദിക്കുമായിരുന്നു. നമുക്ക് ഇങ്ങനെ ഒരു ട്രിപ്പ് വേണ്ടില്ലേന്നും ഇങ്ങനെ കുഴക്കും വത്സലും ഛർദിയൊക്കെ ആണെങ്കിൽ എന്നൊക്കെ പറയും. പിന്നെ അങ്ങനെയൊക്കെ പറയണ കേട്ടപ്പോൾ എനിക്കും ഒരു ഇടങ്ങേറായിട്ടോ. ഇപ്പം എല്ലാവരും കൂടി ഒത്ത് എല്ലായിടത്തും കൂടി നടക്കണം എന്നൊക്കെ കരുതിയിട്ടാണല്ലോ നമ്മളിങ്ങോട്ട് പോന്നിട്ടുള്ളത്. അപ്പോൾ ഒരാൾ മാത്രം മൂഡ് ഓഫ് ആയി ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ യാത്രയ്ക്ക് ഒരു സുഖമല്ലല്ലോ. അപ്പോൾ ഉള്ള ഊർജ്ജം വെച്ചിട്ട് ഓലൊപ്പം തന്നെ നമ്മളെ വെച്ച് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞങ്ങൾ വന്ന സമയത്ത് ഇത്ര സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് തോന്നിയിട്ടില്ല കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്നു ഈ പോയിന്റ്, സൂയിസൈഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ. അവിടെയാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് അപകടങ്ങൾ, മരണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇവിടെ എങ്ങനെയൊക്കെ ആക്കിയതെന്ന് പറയണത് കേട്ടു കേട്ടോ. എന്താ കറക്റ്റായിട്ട് നമുക്കറിയില്ല. അപ്പം ഞാനും അമ്മയും കുഴങ്ങി ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. പക്ഷെ ഒരേങ്കാളിലൊക്കെ കുഴക്കിരിക്കുകയാണ്. കിതപ്പ്, ഭയങ്കര കിതപ്പ് കേട്ടോ. ഒരു കയറ്റം പോലെ കയറി പോകുന്നതല്ലേ. ഇനിയിപ്പോൾ തിരിച്ച് അവിടേക്ക് എത്തണ്ടേന്നൊക്കെ വിചാരിച്ചിട്ടാണ് ആ ഇരുത്തം. കുറച്ച് സമയം ഇരുന്നതിന് ശേഷമാണ് പിന്നെ നീച്ചിട്ട് ഇവിടേക്കൊന്ന് കണ്ടിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ കാഴ്ചയൊക്കെ അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ തിരിച്ചെത്തിയപ്പോഴേക്കും ഇതാകണേ ഇവിടെ നമ്മൾ വണ്ടി നിർത്തിയ ആ ഒരു സൈഡിൽ കുട്ടികളെ കുഞ്ഞ് പാർക്ക് പോലെ ഉണ്ട് കേട്ടോ. കളിക്കാനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മളെ നന്ദോസ് കയറി കളിക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അച്ഛയും അമ്മയും പിന്നെ നന്ദുവും കൂടിയാണല്ലോ ഇവിടെ നിന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് കളിക്കണമൊക്കെ ഉണ്ട്.
പിന്നെ ഞങ്ങൾ കയറി വന്ന് ഞങ്ങളും ഊഞ്ഞാലിലൊക്കെ ഒന്ന് കയറി. അപ്പം അനുമോള് കുറച്ച് സമയം അവിടെയൊക്കെ നാടി. പിന്നെ അത് കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെയാണല്ലോ മെയിൻ പരിപാടി നമ്മളൊരു ട്രിപ്പ് കൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങി പോന്നിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര റേറ്റാണ് കേട്ടോ. എന്ത് സാധനത്തിനും നല്ല വിലയാണ്. ഒരു ഗ്ലാസ് ചായക്ക് 25 രൂപയൊക്കെയാണ് പറഞ്ഞത്. നമ്മളവിടെ 10 അല്ലെങ്കിൽ 12 രൂപ കൊടുത്താൽ ഒരു ഗ്ലാസ് ചായ കിട്ടും. ഇവിടെ ആ ചായക്കാണ് 25-30 രൂപയൊക്കെ വാങ്ങണത്. അപ്പോൾ ഒന്നും ഒരു സാധനങ്ങൾ ഇവിടെ വന്ന് വാങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ ഞങ്ങൾ പോരുന്ന വഴിക്ക് ഒരു കുഞ്ഞു പുഴ കണ്ടു. അവിടെ നിന്ന് ഇറങ്ങി അവിടെ കുറച്ച് സമയം നിർത്തി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. കുറച്ച് നേരം അവിടേക്ക് ഇരുന്നു. നല്ല കാറ്റൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ എഡിറ്റ് ചെയ്തപ്പോൾ ഞാൻ കുറേ എന്താ പറയുക കുറച്ചതാണ് കേട്ടോ. ഇല്ലെങ്കിൽ വോയിസ് കൊടുക്കുന്ന സമയത്തെ നല്ല പ്രയാസമായിരിക്കും. അതുകൊണ്ട് കുറേ വെട്ടി കുറച്ചിട്ടാണ് നമ്മൾ വീഡിയോസ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതാ മക്കള് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് സംഭവിച്ചത് ചോദിച്ചാൽ, ഇവിടെ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നമ്മൾ ആ ഒരു പൂന്തോട്ടം കാണാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തല മിന്നണ പോലെ കേട്ടോ. ആകെ കൂടെ പ്രഷർ കുറഞ്ഞ് എന്തൊക്കെയോ പോലെയായി. അപ്പോൾ പിന്നെ ഞങ്ങൾ അപ്പം തന്നെ ഒരു ഓട്ടോ എടുത്തിട്ട് ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടെ നിന്നൊരു ഇഞ്ചക്ഷനൊക്കെ വെച്ചിട്ടോ. ട്രിപ്പ് ഇടാനൊക്കെ പറഞ്ഞു. ഒരുപാട് ഛർദ്ദിച്ച് ക്ഷീണം പറ്റിയോണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. ട്രിപ്പ് ഇടാൻ പറഞ്ഞു. പിന്നെ നമ്മൾ ടൂറ് വന്നതാണല്ലോ, അപ്പോൾ അത് വിചാരിച്ചിട്ടുള്ള സമയം അവിടെ കളയണ്ട വിചാരിച്ചിട്ട് ഇഞ്ചക്ഷൻ വെച്ചിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്നു. ആ ഒരു സമയത്ത് ഇവർ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കല്ലേ. ഞാനും അമ്മയും ഏട്ടനും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വെയിറ്റ് ചെയ്ത് നിന്ന സമയത്ത് നമ്മൾ നന്ദുവിന് വിശക്കുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഒരു ഫ്രൈഡ് റൈസും കുട്ടികളുടെ ഐസ്ക്രീമും ഒക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ കയ്യിൽ ഫുഡ് ഉണ്ട്, പക്ഷേങ്കിൽ അതൊക്കെ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിർത്തിയാലുള്ളല്ലോ, കറക്റ്റ് ഒരു സ്ഥലത്തായാലുള്ളല്ലോ ഫുഡ് കഴിക്കാനൊക്കെ പറ്റുക. അങ്ങനെ ഏതായാലും ഓൻ അവിടെ നിന്നൊക്കെ വാങ്ങി കൊടുത്തപ്പോൾ നല്ലോണം കഴിക്കുകയും ചെയ്തു. ഓൻ്റെ വിശപ്പം മാറി. അപ്പോൾ പിന്നെ ആൾ ഉഷാറായിട്ടോ. അങ്ങനെ അതാ ഞങ്ങൾ പൂക്കളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആ ഗാർഡനിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടേക്ക് വന്നപ്പോൾ ഏതൊക്കെയാണ് കാണേണ്ടത് നമുക്കറിയില്ല കേട്ടോ. എന്താ പറയുക, കണ്ണിന് കുളിർമയേകണ കാഴ്ചകളാണിതൊക്കെ. പ്ലാസ്റ്റിക് പൂക്കളെ പോലെയാണ് കേട്ടോ ഓരോന്നിരിക്കുന്നത്. ശരിക്കും കണ്ടാൽ നമുക്ക് പ്ലാസ്റ്റിക്കാണ് തോന്നും, ഒറിജിനാലിറ്റിയാണ് തോന്നൂല. എന്താ വെച്ചാൽ അടുത്തേക്കാണ് ചെന്ന് ശരിക്കും അതൊന്ന് തൊട്ടൊക്കെ നോക്കുമ്പോഴാണ് ഇത് ഒറിജിനലാണല്ലോ എന്ന് മനസ്സിലാവുക. അത്രയും ഭംഗിയിലാണ് കേട്ടോ ഓരോ പൂക്കളും സെറ്റ് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ എന്താ അവിടെ കുഞ്ഞൊരു വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളത്തിൽ കുറേ മീനുകളുണ്ട്. അതുപോലെ എന്താ പറയുക, പൂക്കളൊക്കെ കണ്ടാൽ നമുക്ക് ആ ചെടിയെ കുടിച്ച് കൊണ്ടുവരാൻ തോന്നും കേട്ടോ. പക്ഷേങ്കിൽ ശരിക്കും ഇവിടെ തൊടാനും കൂടെ പാടില്ല എന്നാണ് പറയണത്. എന്നാലും ആൾക്കാർ തൊടുന്നുണ്ട്. പിന്നെ ഈ പൂക്കളൊന്നും നമ്മളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല, ഈ ചെടികളൊന്നും കൊണ്ടുപോയിട്ട് കാര്യമില്ല, ഉണ്ടാവില്ല എന്നാണ് പറയണത്. പിന്നെ അതാ അവിടെ തന്നെ കുറച്ചും കൂടി അപ്പുറത്തായിട്ട് ഇതുപോലൊരു പാലം പോലെ കണ്ടു കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്കൊന്ന് കയറി പോവാന്നുള്ളത് അമ്മ പറയണൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ എനിക്കൊരു പേടി കേട്ടോ. എനിക്ക് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര പേടിയായി. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ല പേടിയുള്ള ആളാണ്. അങ്ങോട്ടൊന്ന് പോകണ്ട അമ്മ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ നിന്നിട്ടുണ്ട്. അമ്മയ്ക്ക് പിന്നെ അതിനൊക്കെ ആഗ്രഹമാണ് കേട്ടോ. എന്തിലും കയറാനും കാണാനും ഒക്കെ വീട്ടിലത്തെ അമ്മയ്ക്ക് കേട്ടോ അമ്മയ്ക്ക് ആഗ്രഹമാണ്. നമ്മളിവിടുത്തെ അമ്മയ്ക്ക്, ഏട്ടൻ്റെ അമ്മയ്ക്ക് അങ്ങനത്തെയൊക്കെ അമ്മയ്ക്കും പേടി തന്നെയാണ്. അപ്പോൾ ഇതാ ഇവിടെ 2 കുളങ്ങളുണ്ട് കേട്ടോ. അപ്പുറത്ത് സ്വിമ്മിംഗ് പൂളൊക്കെ കാണാനുണ്ട്. അവിടെ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ, അതൊന്നും ഇപ്പോൾ വെള്ളമല്ലാതെ കിടക്കുകയാണ് കേട്ടോ. നമ്മളെ നന്ദു ആകെ ഓടിയിരുന്നു കേട്ടോ. നമ്മൾ എത്തുന്നതിൻ്റെ മുന്നേ ഓതൊക്കെ എത്തി കണ്ടുപിടിച്ച് ഇവിടെ സെറ്റായി നിൽക്കും കേട്ടോ. മീനുകളെ കണ്ടാൽ പിന്നെ ഓൻ്റെ കാര്യം പറയാണ്ടോ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരൂല. ഓരോ മീനിൻ്റെ പേരും ഓനെ കാണാതെ പറയാനറിയാം കേട്ടോ. എന്താ പറയുക, എല്ലാം കറക്റ്റായിട്ട് പറയുകയും ചെയ്യും. അതിൽ ആ ചുമന്ന മീൻ കാണുന്നുണ്ടല്ലോ, ആ ഒരു മീൻ നമ്മളവിടെ റിങ്ങിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. അമ്മേനോടും എന്നോടൊക്കെ വിളിച്ച് പറഞ്ഞു തരിക. ഇതൊക്കെ കൂടെ കണ്ടിട്ട് ശരിക്കും ഓനിതിൽ ഇറങ്ങിയിട്ട് എല്ലാവരെയും കൂടിയും കോരി പിടിക്കാനാണ് പൂതി കേട്ടോ. അപ്പോൾ അവർക്ക് എന്തോ തിന്നാനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടാണ് എല്ലാവരും കൂടെ കൂട്ടത്തിൽ ഒരു സ്ഥലത്തേക്ക് തന്നെ വന്നത്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് കുഴങ്ങിട്ടോ. നമ്മൾ ചെന്ന ആ ഒരു ടൈമിൽ വെയിൽ തന്നെയായിരുന്നു. ഊട്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും തണുപ്പുള്ള ഒരു സ്ഥലമാണല്ലോ, നമ്മളത് പ്രതീക്ഷിച്ചാണല്ലോ വരുന്നത്. പക്ഷേങ്കിൽ ഇവിടെ വന്നപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ. കോട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. പക്ഷെ അതൊന്നും ആരും ബാഗിൽ നിന്ന് എടുത്തിട്ടില്ല, അത്രയ്ക്ക് വെയിലുണ്ടായിരുന്നു. പിന്നെ ഈ വെയിലുണ്ടെങ്കിലും ഇതിന് ഒരു ചെറിയ ചൂട് കേട്ടോ, ഒരുപാട് ചൂടൊന്നുമില്ല. നമ്മളെ നാട്ടിലത്തെ അത്ര ചൂടും കാര്യങ്ങളൊന്നുമില്ല.
പിന്നെ അതാ ഇവിടെ കുറേ എന്താ പറയുക മരങ്ങളും ചെടികളും പോലെ വെട്ടി സെറ്റാക്കി വഴികൾ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ കൂടെ പോയാൽ അപ്പുറത്ത് കൂടെ വരാൻ പറ്റില്ല, അങ്ങനെ എന്തൊക്കെയോ പോലെ കേട്ടോ. നമുക്ക് ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നാൽ തിരിച്ച് നമ്മൾ വന്ന വഴിക്ക് ഇറങ്ങി വരാൻ കുറച്ച് പ്രയാസമാണ്. പിന്നെ ഈ ഒരു സമയത്ത് അച്ഛൻ കുറച്ച് സ്ഥലത്തേ വന്നിട്ടുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് അച്ഛനെ കാണാത്തത്. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയ സമയം കൊണ്ട് കുറച്ച് സ്ഥലമൊക്കെ അച്ഛൻ കണ്ടിട്ടുണ്ട്, അല്ലാതെ അത്രയും ദൂരങ്ങൾ ഇങ്ങനെ നടന്ന് പോരാൻ അച്ഛനൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഏതായാലും വണ്ടിയിൽ കയറിയിട്ട് വേറൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ബോട്ട് യാത്രയൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് അന്നും ഞങ്ങൾ ടൂർ വന്ന സമയത്ത് ഫുഡൊക്കെ കഴിച്ചിരുന്നത്. നല്ലൊരു ഓർമ്മയായിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും അവിടെ തന്നെയാണ് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതിന് കുഴപ്പമില്ല, വേസ്റ്റും കാര്യങ്ങളൊന്നും സ്ഥലത്ത് ഇട്ടാൽ മതി കേട്ടോ, അല്ലാതെ നമ്മൾ ഇവിടെ നിന്ന് വലിച്ചെറിയാതിരുന്നാൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഫുഡ് നമ്മൾ കൊണ്ടുവന്നിരുന്നത് സാദാ ചോറും ചിക്കൻ വരട്ടിയതും മോര് കാച്ചിയതും പപ്പടമാണ് നമ്മൾ കൊണ്ടുവന്നിരുന്നത്. പിന്നെ കന്നാസിൽ അതാ വെള്ളവും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഈ ഒരു കഴിക്കുന്ന സമയത്ത് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ, കഴിക്കാനൊക്കെ ഒരു ആഗ്രഹം തോന്നി. ആ ഇഞ്ചക്ഷനൊക്കെ വെച്ചപ്പോൾ ഒന്ന് മൊത്തത്തിൽ ക്ഷീണമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് കഴിക്കാനൊക്കെ ഒരു ആഗ്രഹം തോന്നിയത്. അങ്ങനെ ഏതായാലും ചോറും കറികളൊക്കെ കഴിച്ച് പിന്നെ അതാ ഞങ്ങൾ ഈ ഒരു ബോട്ടൊക്കെ ഉള്ള അവിടേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ബോട്ടിലൊക്കെ കയറണമെങ്കിൽ ഒരാൾക്ക് നല്ല റേറ്റാണ് കേട്ടോ. അപ്പോൾ കണ്ണന് കയറാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവനോട് പറഞ്ഞു, പക്ഷെ ഞങ്ങൾക്ക് ആർക്കും ആഗ്രഹം ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയിട്ട് ആ വെള്ളമൊക്കെ കൂടെ കണ്ടപ്പോൾ. പിന്നെ അമ്മയും കുറച്ച് മുന്നേ കയറിയതാണ്, അപ്പോൾ അമ്മയ്ക്കും കയറാൻ പോതില്ല എന്ന് പറഞ്ഞു. പിന്നെ അച്ഛയും അമ്മ എന്തായാലും കയറൂല, ഏട്ടനും തന്നെ ആഗ്രഹമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഓനും കയറിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ ഒരു തീവണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് വന്നു, പക്ഷേങ്കിൽ അത് ഫുള്ളായി. പിന്നെ ഞങ്ങൾ വന്ന ഒരു സമയത്ത് അത് പോകണുള്ളൂ, അതിനി പോയിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടാണ് തിരിച്ച് വരിക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് പോന്നു. ഈ ഒരു ഗാർഡനിലേക്കാണ് ഞങ്ങൾ സാധാരണ അന്ന് വന്നിരുന്നത് കേട്ടോ. അപ്പുറത്തത് ബൊട്ടാണിക്കൽ ഗാർഡൻ അന്ന് കണ്ടിരുന്നില്ല. ശരിക്കും അതാണ് ഭംഗി കേട്ടോ, ഇതിനേക്കാൾ ഭംഗി അതാണ്. അപ്പോൾ ഇവിടെ എത്തിയിട്ട് ഇതിന് ചുറ്റും നടന്ന് ഒരാണ് അമ്മയും ഏട്ടനൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഞാനും അച്ഛനും അമ്മയും അവിടെ ഒരു ഭാഗത്ത് കിടന്നു കേട്ടോ. കുറച്ച് സമയം ആ പുല്ലിലൊന്ന് കിടക്കട്ടെ വിചാരിച്ചിട്ട് കിടന്നു. ഒന്നാമത് കുറച്ച് മുന്നേ നമ്മളിതൊക്കെ കണ്ടതാണ്. പിന്നെ ഒരുക്കും തന്നെ അവിടെ കുറേ ചുറ്റിക്കറങ്ങി കണ്ടില്ലേ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ കാണണമെന്ന് തോന്നിയില്ല. അങ്ങനെ അവിടെ കിടന്ന് ഒരു ഭാഗത്ത് ഒന്ന് റെസ്റ്റ് എടുത്തു. ഇനിയിപ്പോൾ വണ്ടി കയറിയാൽ അതിലിങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കണേ ഏട്ടനും അനിയനും കൂടി ഭയങ്കര ഫോട്ടോഷൂട്ടിലാണ് കേട്ടോ. അവിടെ ഓല് രണ്ടാളും കൂടി ഒരു മൂലക്കേക്കാണ് പോന്നിട്ട് ഭയങ്കര ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം സമയത്ത് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ട് അങ്ങനെ തിരിച്ചു കേട്ടോ. കുറച്ച് സാധനം എന്ന് പറഞ്ഞാൽ നാദുട്ടിക്ക് ഒരു ബൊമ്മക്കുട്ടി വാങ്ങി, അനുമോക്കൊരു സ്കൂളിലേക്ക് ബാഗ് വാങ്ങി, കണ്ണനൊരു ബൈക്ക്, എന്താ പറയുക ഒരു ഇരുമ്പിൻ്റെ സൈസ് ഒരു ബൈക്ക്, അങ്ങനെ നന്ദുവിനൊരു കട്ട, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ടോ. അല്ലാതെ ഒരുപാടൊന്നും വാങ്ങിയിട്ടില്ല, വാങ്ങാൻ പറ്റൂല. അവിടെ ഏറ്റവും വിലക്കുറവായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് ബാഗിനാണ് കേട്ടോ. സ്കൂൾ ബാഗിനും അതുപോലെ ലേഡീസ് ബാഗിനും ഒക്കെ നല്ല വിലക്കുറവുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങിയത്. പിന്നെ ഞങ്ങൾ തിരിച്ച് ചുരമൊക്കെ ഇറങ്ങി വന്നപ്പോൾ ഇവിടെ ഒരു ചായക്കട ഉണ്ട്. അപ്പോൾ ആ കാക്ക പറഞ്ഞു ഇവിടെ നിന്ന് ചായ കുടിക്കാന്നുള്ളത്, എന്താ വെച്ചാൽ ഇവിടുത്തെ ചായക്കൊരു പ്രത്യേക ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ടാണ് ചായ കുടിക്കുന്നത്. ഇവിടെ ചായ കുടിക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് നല്ല ബാത്റൂമിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എവിടെ പോയാലും അത് വലിയൊരു വിഷയമാണല്ലോ ബാത്റൂം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഏതായാലും ഈ ഒരു യാത്രയിൽ അതിനൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടില്ല. എവിടെ ചെന്നാലും നമുക്ക് അതിനൊരു സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു. പിന്നെ പോരുന്ന വഴിക്ക് നമ്മൾ വീടെത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഫുഡും കഴിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. പിന്നെ നന്ദു കഴിച്ചിരുന്നില്ല, അമ്മയും കഴിച്ചിരുന്നില്ല. ഓർക്കുള്ളത് പിന്നെ വീട്ടിലേക്ക് പാർസലായിട്ട് വാങ്ങി. ഇവിടെ വന്ന് മേൽക്കഴുകലൊക്കെ കഴിഞ്ഞിട്ടാണ് ഓരതൊക്കെ കഴിച്ചിട്ടുള്ളത്. പിന്നെ അതാ ചായപ്പൊടി, ഊട്ടിയിൽ പോയ മെയിനായിട്ട് ചായപ്പൊടിയാണല്ലോ. അപ്പോൾ ഈ ഒരു ചായപ്പൊടിയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ആ ചായക്കടയിൽ നിന്ന് നമ്മൾ ചോദിച്ചതാണ് കേട്ടോ ഏറ്റവും നല്ല ചായപ്പൊടി ഏതാണെന്ന് ചോദിച്ചപ്പോൾ എംബാർക്കാണെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ആ ഒരു ചായപ്പൊടി 3 പാക്കറ്റ് വാങ്ങിയിട്ടോ. ഒന്ന് വീട്ടിക്കും, ഒന്ന് ചേച്ചിക്കും, ഒന്ന് അമ്മക്കും. പിന്നെ നാളികേരവും ശർക്കരയൊക്കെ കൂട്ടിയിട്ടൊരു മിഠായി ഉണ്ടായിരുന്നു, അത് വാങ്ങിയിട്ടുണ്ട്. കുറച്ച് ചോക്ലേറ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വാങ്ങിയത്. ഇതിൻ്റെ ഇടയ്ക്ക് അമ്മയൊക്കെ പോയിട്ടുണ്ട്. അമ്മ അവിടെ വന്നിട്ട് അനിയൻ വന്ന് അങ്ങനെ കൊണ്ടുപോയിട്ടോ. അപ്പോൾ അമ്മ പോയപ്പോൾ ചായപ്പൊടിയും പിന്നെ മിഠായികളും അതുപോലെ കുറച്ച് ക്യാരറ്റും ബീട്രൂട്ട്, മാങ്ങ, ഫ്ലവർ, കോളിഫ്ലവർ ഇതൊക്കെയാണ് അവിടുന്ന്, അതുപോലെ കമ്പം ഇതൊക്കെയാണ് അവിടുന്ന് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതൊന്നൊക്കെ കുറച്ച് ഓരി അങ്ങോട്ടും കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞേക്ക് നമുക്ക് ഇതൊക്കെ കൂടെ ഇവിടെ ഇട്ടിട്ട് പോയി കിടക്കാനൊന്നും തോന്നണില്ല കേട്ടോ. വീട്ടിലെത്തിയാൽ പിന്നെ ഒരു പ്രത്യേക ഉഷാറാണല്ലോ.
പിന്നെ ഈ ഒരു സാധനത്തിൻ്റെ പേര് ശരിക്കും എന്താണെന്നുള്ളത് കൂട്ടുകാരൊന്ന് പറയുന്നത്. ഇത് ശരിക്കും ബർഗറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന സാധനമാണ്. ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്കറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് പറയണത്. ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റിൽ പറയുള്ളൂ. അപ്പോൾ അതും വാങ്ങിയിട്ടുണ്ട്. കണ്ണൻ്റെ ഇഷ്ടപ്രകാരമാണ് അത് വാങ്ങിയത്. പച്ചയ്ക്കൊക്കെ തിന്നണൊരു സാധനമാണല്ലോ. അങ്ങനെ എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെച്ച് കൊണ്ടുവന്ന പാത്രങ്ങളൊക്കെ കഴുകി എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കടക്കാൻ തോന്നിയത്. അപ്പം ഞങ്ങൾ ടൂറ് പോയ സമയത്ത് അച്ഛമ്മ എവിടെയെന്നുള്ളത് കൂട്ടുകാർക്കൊരു എന്താ പറയുക തോന്നലുണ്ടാവൂലേ, എവിടെയെന്നുള്ളത് ആലോചിക്കുന്നുണ്ടാവൂലേ. അപ്പോൾ അച്ഛമ്മ എങ്ങോട്ടും പോയിട്ടില്ല. അച്ഛമ്മേൻ്റെ അനിയത്തീൻ്റെ വീട് ഇവിടെ തൊട്ട് തന്നെയാണ്. അപ്പോൾ അവിടേക്ക് ആക്കി കൊടുത്തു കേട്ടോ. അച്ഛമ്മയ്ക്ക് ഇത്രയും ദൂരമൊന്നും യാത്ര ചെയ്യാൻ വയ്യല്ലോ. അപ്പോൾ ഞങ്ങൾ പോണേൽ തലേന്ന് തന്നെ അവിടേക്ക് ആക്കി കൊടുത്തു. ഇനി ഞങ്ങൾ വന്നിട്ട് പിറ്റേ ദിവസം പോയി കൊണ്ടുവരാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അച്ഛമ്മ അനിയത്തീൻ്റെ വീട്ടിലാണ്. പിന്നെ ലക്കിക്ക് നമ്മൾ പോയപ്പോൾ ഫുഡ് കൊടുത്തതാണ്. പിന്നെ ഉച്ചയ്ക്ക് അങ്ങനെ കാര്യമായിട്ട് കൊടുക്കണം എന്നില്ല. വൈകുന്നേരം നമ്മൾ വന്നിട്ട് വീണ്ടും ഒക്കെ ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ എല്ലാം കൂടി നോക്കിയാൽ നമുക്ക് എങ്ങോട്ടും പോകാൻ കൂടൂല. അപ്പോൾ ഒരൊറ്റ മൈൻഡിൽ അങ്ങോട്ട് പോയതാണ് കേട്ടോ. എന്തായാലും ഒരു ദിവസം രാവിലെ പോയി വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടോ. അങ്ങനെയാണ് ഈ ഒരു യാത്ര ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു എല്ലാവരും ഒരുമിച്ചൊരു യാത്ര എന്നുള്ളത്. അതെന്തായാലും സാധിച്ചു. ആർക്കും ഒരു കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഛർദിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അതൊക്കെ റെഡി ആയിട്ടോ. അപ്പോൾ വീട്ടിൽ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഇനി കിടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാരെ ഇത്രയ്ക്ക് തന്നെയുള്ളൂ. ഞങ്ങൾ ഈ ഒരു യാത്രേൻ്റെ വീഡിയോ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. താങ്ക്